Mr. Avinash, നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഫുഡ് കറിയുടെ പേരെന്താണ്? ആക്ച്വലി ഇതിന്റെ പേരാണ് ആലു കാ ഭുജ്രി. ആലു കാ ഭുജ്രി എന്ന് പറയുമ്പോൾ ജാർഖണ്ഡ് നേപ്പാൾ ഏരിയയിൽ വളരെ ഫേമസ് ആയ ഒരു ഫുഡാണ്. ആക്ച്വലി ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അത് ക്രഷ് ചെയ്ത ബോയിൽഡ് പൊട്ടാറ്റോസ് ആണ്. ഇത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ കുക്കറിലിട്ട് ബോയിൽ ചെയ്ത ശേഷം ക്രഷ് ചെയ്തിരിക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ ഇപ്പം വെച്ചിരിക്കുന്നത് കടുകും ഓണിയൻസ് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഓക്കെ, ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഓയിൽ നോർമലായ സൺഫ്ലവർ ഓയിൽ. ജസ്റ്റ് എ സെക്കൻഡ്, ഒരു ഫാൻ്റെ ഫോൺ ഉണ്ട്. ഹലോ, ഓക്കെ പറയൂ. ഓക്കെ അത് പറഞ്ഞുതരാം. ആക്ച്വലി ഓക്ടോപ്പസ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ആവശ്യമുള്ള സംഭവം എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് Okay, we are come to back to the serious discussion. Okay, actually ഇനി നമ്മൾ എന്താ നോക്കൂ, ഈ മസാല നമ്മൾ ഒരിക്കലും വറുക്കൂല. ഇങ്ങനെ കൈ കൊണ്ട് മാത്രം ഇങ്ങനെ ആക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി കരിഞ്ഞു വരണം. ഇത് കരിഞ്ഞാലേ ഇതിന്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. Now I am going to put this one. ഇതിൽ ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. നിങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞാൻ ഒരു ഉപ്പും പോലും ചേർത്തിട്ടില്ല. Now I am going to make this small balls. Put like this. Okay. നിങ്ങൾക്ക് ധൈര്യത്തോടെ ഇതിൽ കൈവയ്ക്കാം. കാരണം ഇത് ദില്ലിയാണ്. ഭയങ്കര അറിഞ്ഞുകൊണ്ട് കൈവയ്ക്കുന്നതാണ് ചൂടെടുക്കാൻ വേണ്ടി. ഇപ്പം ദില്ലിയിൽ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ 9 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾക്ക് പുറത്ത് നോക്കിയാൽ വളരെ അവിടെ കണ്ട ഫോഗ് ഭയങ്കര ഫോഗായിരുന്നു പുറത്ത്. ഓക്കെ, ഫോഗ് ഉണ്ടല്ലോ, അടിപൊളി പോകാം. ഇനി അടുത്ത ബാക്ക് ടു ദ കുക്കിംഗ്. ആക്ച്വലി ഞാനിപ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിനെ ഫ്രൈ ആയ ഓണിയൻസ് ആയിട്ട് കുറച്ച് മിക്സ് ചെയ്യുക. മിക്സാകുന്നു. ആക്ച്വലി ഒരു മസാല പോലും ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. മസാല ഓക്കെ. ഇനി ഉരുളക്കിഴങ്ങ് കുറച്ച് ഫ്രൈ ആവുന്നതിന് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഉരുളക്കിഴങ്ങ് ഫ്രൈ ആവാൻ വേണ്ടി പല ടെക്നിക്കുകളും നമുക്ക് യൂസ് ചെയ്യാം. ഒന്നാമെന്ന് പറഞ്ഞാൽ ഇതിൽ ഡീപ്പ് ഫ്രൈൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഡീപ്പ് ഫ്രൈ ഓപ്ഷൻ ആക്കാൻ നമ്മൾ മെനു പ്രസ് ചെയ്താൽ എന്താണ് ഡീപ്പ് ഫ്രൈ ആക്ടിവേറ്റ് ആയി. ഇനി ഇത് ഡീപ്പ് ഫ്രൈ ആവും, അപ്പം കരിയാൻ ഒരു സാധ്യതയുമില്ല. ഡീപ്പ് ഫ്രൈ 180 ഉണ്ട്, മുകളിൽ 200, 220 വരെ 240 വരെയാണ് മാക്സിമം. ഓക്കെ, നമ്മൾ 180 വെച്ചാൽ മതി, നോർമലായിട്ട് ഡീപ്പ് ഫ്രൈ ആയാൽ മതി. ഓക്കെ, ഡീപ്പ് ഫ്രൈ ആണ് അതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നല്ലതായിട്ട് ഡീപ്പ് ഫ്രൈ ആവുന്നുണ്ട്. വെരി ഗുഡ് ഡീപ്പ് ഫ്രൈ. ഇനി കുറച്ച് ഉപ്പ് നമ്മളിപ്പം അതിലിടാൻ പോവുകയാണ്. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ഇടണം. ഓക്കെ, ഞാൻ നല്ല കുറച്ച് ഉപ്പ് കൂടുതലാണ് ഇരിക്കുന്നതാണ്, അതുകൊണ്ട് ഇത്രയും ഉപ്പ് ഞാൻ ഓക്കെ ഉപ്പിട്ടല്ലോ. ഇതിലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു മസാലയും പോലും ഇതിൽ ചേർത്തിട്ടില്ല. ആക്ച്വലി പലരുടെ വിചാരം എന്ന് പറഞ്ഞാൽ മസാല ഉണ്ടെങ്കിൽ ഫുഡുകൾക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. വളരെ തെറ്റായ ധാരണയാണ്. മസാലയുടെ ആവശ്യമില്ല ഫുഡുകൾ ഉണ്ടാക്കാൻ. കഞ്ഞിക്ക് നമ്മൾ ഏതെങ്കിലും മസാല ഇടാറുണ്ടോ? ഇല്ല. പഴഞ്ഞിക്ക് നമ്മൾ വല്ല മസാല ഇടാറോ? ഇല്ല. ഒരു മുളകും ഒരു കഞ്ഞി കഴിക്കാൻ എന്ത് സ്വാദം. പപ്പടം മസാല ഇട്ട് ഉണ്ടാക്കുന്നത് അല്ല. മസാല എന്ന് പറഞ്ഞാൽ മസാല പപ്പടം ഇടാം. മസാല പപ്പടം ഉണ്ടല്ലോ. മസാല പപ്പടം വേറെ, അത് നോർത്ത് ഇന്ത്യൻസ് കഴിയും. ഈ മസാല എന്ന സംഭവം പറഞ്ഞത് നോർത്ത് ഇന്ത്യൻ അല്ല. ആക്ച്വലി കേരളയിൽ ആകെ ഉണ്ടായിരുന്ന കുരുമുളക് അതുപോലെ സ്പൈസി ആയിരുന്നു. മസാലയുടെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് മുകൾ മാറാൻ കണ്ടു എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം ചേർക്കണം. ബിക്കോസ് ഉപ്പ് എല്ലാ സ്ഥലത്തും ഈക്വലായിട്ടൊന്ന് മിക്സ് ആക്കണം. അപ്പോഴേക്കും അത് ഈക്വലായിട്ട് ഉപ്പായി മിക്സ് ആവും. ഞാൻ ഇതിലേക്ക് ഉപ്പ് ടേസ്റ്റ് ചെയ്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ടുള്ള കണക്കറിയാം. എക്സ്പീരിയൻസ്, ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് എക്സ്പീരിയൻസ്. ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മൾ കാണിക്കാൻ പോണ തറ പരിപാടി മെയിൻ പരിപാടി. ഇത് ഇന്നലെ വാങ്ങിച്ച കറി ഇതിൽ മിക്സ് ചെയ്യണോ വേണ്ട എന്ന് നോക്കണം. ആക്ച്വലി ഫുഡ് വേസ്റ്റ് ആയി എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. നല്ല സ്വാദുള്ള കറി. പുളിച്ചായത് നോക്ക്, മണപ്പിച്ചോ. പുളിച്ച സംശയമുണ്ട്. വേണ്ട, ഈ കറി മിക്സ് ചെയ്യണം, പുളിച്ച്. ഓക്കെ, അപ്പം ആക്ച്വലി നമ്മുടെ ആലു കാ ചോക്ക റെഡി ആയിരിക്കുകയാണ്. നമ്മൾക്ക് ഇനി ഇതിന് വേണ്ടി ഡിസൈൻ ചെയ്യാൻ കുറച്ച് കലാപരിപാടികളുണ്ട്. ഒരു പച്ചമുളക് കൊടുക്കുക. ഇപ്പം ആക്ച്വലി ഡീപ്പ് ഫ്രൈ ആക്ടിവേറ്റഡ് ആണ്, അതുകൊണ്ട് നിങ്ങൾ ഒന്നും പേടിക്കേണ്ട. കരിഞ്ഞ് പിടിക്കേണ്ട ഒരു പേടിയില്ല. 160 ഞാൻ മാറ്റിയിട്ടുണ്ട് അതിന്. ആക്ച്വലി മുളക് എപ്പോഴും നമ്മൾ വെട്ടുമ്പോൾ സെൻറ്ററിൽ നിന്ന് വെട്ടുന്നതാണ് നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ആ ബീജങ്ങൾ പുറത്തേക്ക് വരും. എന്തോന്ന് ബീജം? സീഡ്സ്. ഓക്കെ, സോറി, ഇംഗ്ലീഷിൽ സീഡ്സ് എന്ന് പറയും, മലയാളത്തിൽ ബീജങ്ങൾ എന്ന് പറയും. അർത്ഥം മാറി. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ കട്ട് ചെയ്യാൻ പോണത് മല്ലിയില വളരെ നൈസായിട്ട് ചോപ്പ് ചെയ്താൽ അതിൻ്റെ ടേസ്റ്റ് പുറത്ത് വരുള്ളൂ. പലരും വലുതായിട്ട് അങ്ങ് ചോപ്പ് ചെയ്തിടും. വലുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് പാഷൻ ഉണ്ടായിരിക്കും, പക്ഷേ ആ ടേസ്റ്റ് മിക്സ് ചെയ്ത് വരാൻ നല്ല പാടാണ്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ചെയ്യാൻ പാടും
മല്ലിയില നല്ലോണം ചോപ്പ് ചെയ്ത് വിടണം. നല്ല ക്രഷായിട്ടുണ്ട്. പിന്നെ മല്ലിയുടെ സ്റ്റിക്ക് നല്ലോണം കട്ട് ചെയ്താൽ ആ സ്റ്റിക്കിൻ്റെ ടേസ്റ്റ് അകത്തേക്ക് വരുള്ളൂ. ആക്ച്വലി സ്റ്റിക്ക് നല്ലോണം ബോയിൽ ആവാറില്ല പെട്ടെന്ന്, അതുകൊണ്ടാണ് സ്റ്റിക്ക്. ഇത് ഇവിടുത്തെ മാനേജർ, ഈ ഹോട്ടലിലെ മാനേജർ. ഇവിടെ ആക്ച്വലി ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് കസ്റ്റമർ എല്ലാം കഴിച്ചിട്ട് ചീത്ത വിളിക്കുന്ന ആളാണ് ഇദ്ദേഹം. വളരെ നല്ലതാണ്. എല്ലാ ചീത്തകളും ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. കെന്യയിൽ നിന്നുള്ള ചീത്തകൾ, തൈവാൻ ചീത്തകൾ, ജപ്പാൻ ചീത്തകൾ, അതിൻ്റെ എല്ലാത്തിനും ട്യൂഷൻ. ഇവിടെ പാത്രം കഴുകണം, അതിനപ്പുറമൊന്നും ഇല്ല. ഓക്കെ, അപ്പം ആക്ച്വലി നമ്മുടെ ഫുഡ് റെഡി ആയിരിക്കുകയാണ്. സൂപ്പർ ഡിലിഷ്യസ്. ശബാഷ്. ഓക്കെ, ഇനി ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റ്. ഞാൻ അങ്ങനെ ഓഫ് ചെയ്തിരിക്കുന്നു. ഫുഡ് റെഡിയായി. പക്ഷേ ലാസ്റ്റ് ഒരു ചെറിയ പ്രോസസ്സ്. കുരുമുളക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം. ഞാൻ വളരെ കുറച്ച് ഇടാൻ പോകുന്നത്. ഞാൻ വളരെ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട്. കുരുമുളകിന് ശേഷം അത് ഹായ് മൈ ഫാനാണ് തോന്നുന്നു. എൻ്റെ ഫാനാ ഫോണിൽ ഈ എന്തേലും US, UK, പിന്നെ പല എനിക്ക് പോലും അറിഞ്ഞൂടാത്ത കുരുഡിസ്ഥാൻ എന്ന് വരെ എനിക്ക് ഫാൻസ് ഉണ്ട്. ഇനി അടുത്ത ലാസ്റ്റ് നമ്മൾ ഇടാൻ പോകാൻ MDHൻ്റെ ചങ്കി ചാട്ട് മസാല. MDHൻ്റെ ഇത് ആക്ച്വലി നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് പുറത്തു കൊണ്ടുവരാനാണ്. കുറച്ച് ചങ്കി ചാട്ട് മസാല. ഫുഡ് ഇസ് റെഡി. ഇത്രയേ ഉള്ളൂ. നോക്കൂ, ആഹാ എന്തൊരു സ്വാദ്. ഫ്രം ദ ഹൗസ് ഓഫ് SNT, SNT കിച്ചണിൽ നിങ്ങൾക്കായി ആലൂക്ക ഭുർജിയ റെഡി. ടിങ് ടിങ്.